മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഇതാണ് കേട്ടോ, മമ്മൂക്കേൻ്റെ അടുത്ത് അപ്പോഴും എപ്പോഴും നമുക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. എത്ര കൂട്ടാണെങ്കിലും നമുക്ക് ഓക്കെ മമ്മൂക്ക, നമുക്കൊന്നും തർക്കുത്തരം പറയാനായിട്ട് പറ്റാറില്ല, നമുക്ക് ഇടിച്ചു കയറി പോയിട്ട് അങ്ങോട്ട് മിണ്ടാൻ പറ്റില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ സിനിമ ഒരു മായാലോകമാണ്, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാം ഉണ്ടാവാം. പക്ഷേ അപ്പോൾ ഒരു പക്ഷേ ഇല്ലാണ്ടായാൽ കാലുറപ്പിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവണം എന്ന് എപ്പോഴും ഇന്ന് സംസാരിച്ചാലും പറയും, ഒരു മാസം കഴിഞ്ഞാലും സംസാരിച്ചാലും പറയും, നേരിട്ട് കാണുമ്പോഴും പറയുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു മമ്മൂക്കയായിരിക്കും. കാരണം മേ ബി അവർ ഇത്രയും കാലത്തോളം അത് കണ്ടതുകൊണ്ട് ഒരു സിനിമയുടെ പോക്കുകളും വരവുകളും ഒക്കെ അവർക്ക് അറിയാമായിരിക്കാം. ഒരുപാട് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയോ ആയിരുന്നിട്ട് ഒന്നും ആവാണ്ട് പോയ ഒത്തിരി ആൾക്കാർ അവർ കണ്ട അനുഭവത്തിൽ നിന്നായിരിക്കും പറയുന്നത്. എനിക്ക് തോന്നുന്നു തെസ്നി ഖാനും ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരത്തി ഫ്ലാറ്റ് വെച്ചതാണെങ്കിലും മമ്മൂക്കയാണ് ഇങ്ങനെ വാങ്ങിച്ചോട്ടെ എല്ലാം ശരിയാവും അത് ചെയ്യുന്നു അത്രയും സപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഒരാൾ മമ്മൂക്കയായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. എല്ലാ ആൾക്കാരും വിശേഷം കണ്ട് ഓക്കെ ഹായ് ബൈ എന്ന് പറയുന്ന സമയത്ത് മെസ്സേജ് അയക്കുമ്പോഴും കാണുമ്പോഴും മിണ്ടുമ്പോഴും ഒക്കെ സിനിമ മാത്രം നോക്കരുത് കേട്ടോ, ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം, ഉണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്തുണ്ട് എന്ന് ചോദിക്കുന്ന ആ ഒരു സ്നേഹം കൂടി അദ്ദേഹം എപ്പോഴും കാണിക്കാറുണ്ട്. ആളിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്ര കൊല്ലമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്ര ഒരു സുന്ദര കുട്ടപ്പനായിട്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. അതിന് പുള്ളി എന്തോരം ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളത്, എന്തോരം ആയിരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ഒരാൾക്കാരിലും കാണാൻ പറ്റും നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അന്നും ഇന്നും എന്നും മമ്മൂക്ക ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ഡെഡിക്കേഷൻ മമ്മൂക്കനെ പോലെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് ഇപ്പോൾ ഉള്ള ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവർക്കൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചുകൂടെ എന്ന് നമ്മൾ ചിലപ്പോൾ കമൻറ്റ് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല.